നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല നാടൻ രുചിയിൽ പച്ചമുളകൊക്കെ അരച്ച് ചേർത്ത് നല്ല സ്പൈസി ആയിട്ട് നല്ല രുചിയിൽ കഴിക്കാവുന്ന ഒരു മീൻ വറുത്തതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലിൽ നിന്ന് പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഒരു കൈപ്പിടിയോളം മല്ലിയിലയും പിന്നെ കുറച്ച് പുതിനയിലയും വേണം. നല്ല എരിവുള്ള പച്ചമുളക് 2-3 ഉപയോഗിക്കാം. ചെറിയുള്ളി 8-9 എണ്ണം വരെ നിങ്ങൾക്ക് ഇതിനു വേണ്ടി എടുക്കാവുന്നതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു വലിയ വെളുത്തുള്ളി, ഒരല്ലി വെളുത്തുള്ളിയാണ്, അപ്പോൾ ചെറുതാണെങ്കിൽ 2-3 ഉപയോഗിക്കാം. 2 ടീസ്പൂൺ മുഴുവനായിട്ട് കുരുമുളക് വേണം. കുരുമുളകും പച്ചമുളകുമാണ് ഇതിന് ഏറ്റവും രുചി കൊടുക്കുന്നത്. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടിരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് ചെറുനാരങ്ങയുടെ നീര് വേണം. ഒരിത്തിരി മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇത് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അരച്ചെടുത്ത ഈ ഒരു കൂട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ 1-2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മത്തിയിലൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മത്തി ആയാലും ഇപ്പോൾ ഞാനിന്ന് ആവോലിയാണ് എടുത്തിട്ടുള്ളത്. നന്നായി അരവ് പരട്ടിയതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് വറ്റൽ മുളക് ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇനി വെളിച്ചെണ്ണയിലാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ ഒട്ടും താല്പര്യമില്ല എന്നുള്ളവർക്ക് മാത്രം മറ്റുള്ള എണ്ണ വെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ തന്നെയാണ്. നല്ല നാടൻ വെളിച്ചെണ്ണയിലോട്ടൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വലിയ ജീരകമൊക്കെ ഇട്ട് കൊടുത്ത് അതിനുശേഷം നമ്മുടെ മീൻ ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. നല്ല ഇത് പൊരിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ ആ ഒരു മണം തന്നെ നമ്മൾ ശരിക്കും ഭക്ഷണം കഴിക്കാൻ നമുക്ക് അത്ര ടെൻഡൻസി തോന്നുന്ന അത്ര അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണിത്. അപ്പോൾ നല്ലതുപോലെ 2 സൈഡും നന്നായിട്ട് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. പിന്നെ മീൻ അരവ് പരട്ടിയതിന് ശേഷം അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം കേട്ടോ. അപ്പോഴാണ് അരവൊക്കെ പിടിച്ച് നല്ല രീതിയിൽ നമുക്ക് തയ്യാറായി കിട്ടും. സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നമുക്ക് നല്ലൊരു ഡിഷായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.